എല്ലാവർക്കും കുക്കുമൈ ഫുഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ഒരു മെഴുക്ക് പുരട്ടിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. ചപ്പാത്തിക്കും ചോറിനും കൂട്ടാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വഴുതനങ്ങ കഴിക്കാത്തവരും ഇത് കഴിച്ചു പോകും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് വേണ്ട വഴുതന നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ മുറിച്ചെടുത്ത നമ്മുടെ വഴുതനങ്ങ. ഇതിനി ഒന്ന് കഴുകി നമുക്കിതിനെ ഒന്ന് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. വഴുതനങ്ങ നമ്മൾ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതുപോലെ ഈ കനത്തിൽ വഴുതനങ്ങ മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. 10-15 മിനിറ്റ് ഇരുന്നോട്ടെ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കറയെല്ലാം ഇറങ്ങിപ്പോരും. അതിനു വേണ്ടിയാണ് അത് അങ്ങനെ 10 മിനിറ്റ് ഉപ്പിട്ട് വെക്കുന്നത്. ഇനി നമുക്കിത് മെഴുക്ക് പുരട്ടി വയ്ക്കാം. അതിനു വേണ്ടി വേണ്ടത് ഉരുളക്കിഴങ്ങ് കഴുകി അരിഞ്ഞ് അത് ഈ കനത്തിൽ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിതൊരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. പിന്നെ തക്കാളി, അതൊരു മീഡിയം സൈസ് തക്കാളി, പിന്നെ സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, ഒരു 2 പച്ചമുളകുണ്ട്, കറിവേപ്പില, ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയുമാണ് ഇത് ചതച്ച് വെച്ചേക്കുന്നത്. പിന്നെ കറിവേപ്പില 3 തണ്ട് കറിവേപ്പില, മുളക് പൊടി, കടുക്, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾ, ഒരു മീഡിയം സൈസ് സവോള. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ. ഞാനിതിൽ ഉപയോഗിച്ചേക്കുന്ന വെളിച്ചെണ്ണയാണേ. ഞാനിതൊരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് കൊടുക്കാം. പച്ചമുളക്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി. ഇത് സവോള ഒത്തിരി വഴരാൻ നിൽക്കണ്ട കേട്ടോ, കാരണം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ അകത്തൊന്ന് വേവേണ്ടതാണേ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇത് ഇപ്പോൾ സവോള ഒരുവിധം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് 1-1.5 സ്പൂൺ ഞാനിത് ഉപയോഗിച്ചിരിക്കുന്ന കാശ്മീരിയാണേ. ഒരു 1.5 സ്പൂൺ മുളക് പൊടി കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്തോണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഇനി കുറച്ചിട്ട് കൊടുക്കാവുള്ളൂ. വെച്ചാൽ നമ്മൾ വഴുതനയൊന്ന് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കാരണം
അത് വഴുതനങ്ങയ്ക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കാരണം നമുക്ക് പിന്നെ ഇതിനിട്ട് കൊടുക്കുമ്പം കുറച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിൻ്റെ വെള്ളം ഒന്നും ഒഴിക്കണ്ട, ഇതിൻ്റെ അകത്ത് തന്നെ കടന്ന് ഉരുളക്കിഴങ്ങൊന്ന് വേവും. ഉരുളക്കിഴങ്ങ് ഒരു പാതി വേവ് അതിന് ശേഷം നമുക്ക് വഴുതനങ്ങ ഇട്ടാൽ മതി. കാരണം വഴുതനങ്ങയ്ക്ക് വേവ് കുറവാണ്. അതിനാൽ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഇതൊന്ന് പകുതി വേവായിട്ട് വഴുതനങ്ങ ഇടാം. നമുക്കൊന്ന് മൂടി തുറന്നൊന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പാതി വേവ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പാതി വേവായിട്ടുണ്ട്. നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് മൂടി വെക്കണം. അന്നപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു പകുതി വേവ് ആയിട്ട് കിട്ടും. ഇനി ബാക്കി ഉരുളക്കിഴങ്ങിന് വേവ് നമ്മുടെ വഴുതനയുടെ കൂടെ കിടന്ന് ആയിക്കോളും. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് വഴുതനങ്ങ ഇടാം. വഴുതനങ്ങ ഇടുമ്പോഴത്തേക്ക് വഴുതനങ്ങ ഒന്ന് പിഴിഞ്ഞ് ഇടണം കേട്ടോ. വഴുതനങ്ങ ഇതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞിടണേ. വഴുതനങ്ങ നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് ഇതുണ്ടോ, ഇതുപോലെ പിഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് അധികമുള്ള വെള്ളവും പോകും, അതിൻ്റെ കറയും പോകും. ഇതുണ്ടോ വെള്ളം കണ്ടോ. നമ്മൾ വഴുതനങ്ങ മുഴുവനും പിഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇട്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വയ്ക്കുമ്പോൾ നല്ല ഒന്നാന്തരം മെഴുക്കുവരട്ടിയാകും. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടെ ഇങ്ങനെ വെക്കുമ്പോൾ. നിങ്ങൾക്ക് ചപ്പാത്തിക്കും കഴിക്കാം, ചോറിനും കഴിക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനിടണമെന്ന് മാത്രം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക, നല്ലൊരു രുചിയുണ്ട്. ഇതാണ് നമ്മൾ വഴുതനങ്ങ ഇങ്ങനെ. ഇതൊന്ന് മൂടി വയ്ക്കാവേ. ഇതുണ്ടോ വഴുതനങ്ങ പിഴിഞ്ഞ് വെള്ളമാണ്. ഇതുപോലെ വെള്ളവും കറയും കൂടെ നമുക്ക് കിട്ടും. വേറെ വെള്ളത്തിൽ അരിഞ്ഞിടുന്നുണ്ട് ഒരാവശ്യവുമില്ല. വെള്ളത്തിൽ അരിഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കാണ് ഇത് അപ്പടി കുഴഞ്ഞു പോകുന്നത്. ഉപ്പ് പുരട്ടി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ അഡീഷണലുള്ള വെള്ളവും പോരും, അതിൻ്റെ അകത്തെ കറയും പോരും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇതിന് ഉപ്പുണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.